ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 3-ാം ദിവസം നോഹയുടെ പെട്ടകം. ഉൽപ്പത്തിയുടെ പുസ്തകം 5-6 അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ 136 ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയം വേദനിച്ചു. ഒരു പ്രളയത്തിലൂടെ മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുവാൻ ദൈവം തീരുമാനിക്കുന്നു. നീതിമാനായ നോഹയിലൂടെ പുതിയൊരു ജനതയ്ക്ക് രൂപം കൊടുക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ സൂചനയും നാം ഇന്നേ ദിവസം ശ്രവിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം. ആദം മുതൽ നോഹ വരെ ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തൻ്റെ സാദൃശ്യത്തിൽ ദൈവം അവനെ രൂപപ്പെടുത്തി. ആണും പെണ്ണുമായി അവരെ അവിടുന്ന് സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. അവർ സൃഷ്ടിക്കപ്പെട്ട ദിവസം മനുഷ്യൻ എന്ന് അവിടെ നിന്ന് അവരെ പേര് വിളിച്ചു. 130 വയസ്സായപ്പോൾ ആദം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുത്രനെ ജനിപ്പിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനിപ്പിച്ചതിന് ശേഷമുള്ള ആദത്തിൻ്റെ ആയുസ് 800 വർഷമായിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദത്തിൻ്റെ ആകെ ജീവിതായുസ് 930 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 105 വയസ്സായപ്പോൾ സേത്ത് എനോഷിനെ ജനിപ്പിച്ചു. എനോഷിനെ ജനിപ്പിച്ച ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. സേത്തിൻ്റെ ആകെ ജീവിതായുസ് 912 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 90 വയസ്സായപ്പോൾ എനോഷ് കെയ്നാനെ ജനിപ്പിച്ചു. കെയ്നാനെ ജനിപ്പിച്ചതിന് ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എനോഷിൻ്റെ ആകെ ജീവിതായുസ് 905 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 70 വയസ്സായപ്പോൾ കെയ്നാൻ മഹലലേലിനെ ജനിപ്പിച്ചു. മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കെയ്നാൻ്റെ ആകെ ജീവിതായുസ് 910 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 65 വയസ്സായപ്പോൾ മഹലലേൽ യാരദിനെ ജനിപ്പിച്ചു. യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലലേലിൻ്റെ ആകെ ജീവിതായുസ് 895 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 162 വയസ്സായപ്പോൾ യാരദ് ഹെനോക്കിനെ ജനിപ്പിച്ചു. ഹെനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിൻ്റെ ആകെ ജീവിതായുസ് 962 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 65 വയസ്സായപ്പോൾ ഹെനോക്ക് മെത്തുശലഹിനെ ജനിപ്പിച്ചു. മെത്തുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹെനോക്ക് 300 വർഷം ദൈവത്തോടൊപ്പം വ്യാപരിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹെനോക്കിൻ്റെ ആകെ ജീവിതായുസ് 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തോടൊപ്പം വ്യാപരിച്ചു. പിന്നെ അവൻ കാണപ്പെട്ടില്ല, കാരണം ദൈവം അവനെ എടുത്തിരുന്നു. 187 വയസ്സായപ്പോൾ മെത്തുശലഹ്
ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്കിനെ ജനിപ്പിച്ച ശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. മെത്തുശലഹ് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെത്തുശലഹിൻ്റെ ആകെ ജീവിതായുസ് 969 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. 182 വയസ്സായപ്പോൾ ലാമക്ക് ഒരു പുത്രനെ ജനിപ്പിച്ചു. കർത്താവ് ശപിച്ച മണ്ണുമൂലമുള്ള നമ്മുടെ അധ്വാനത്തിൽ നിന്നും കൈകളുടെ ക്ലേശങ്ങളിൽ നിന്നും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമക്ക് 595 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമക്കിൻ്റെ ആകെ ജീവിതായുസ് 777 വർഷമായിരുന്നു. അനന്തരം അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സ് തികഞ്ഞു. നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. അധ്യായം 6. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് ദൈവപുത്രന്മാർ കണ്ടു. തങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാവരിലും നിന്ന് അവർ തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എക്കാലവും നിലനിൽക്കുകയില്ല, കാരണം അവൻ ജഡം കൂടിയാണ്. അവൻ്റെ ആയുസ് ഇനി മുതൽ 120 വർഷമായിരിക്കും. ദേവകുമാരന്മാർ മനുഷ്യപുത്രിമാരെ പ്രാപിക്കുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തിരുന്ന അക്കാലത്തും അതിനുശേഷവും ഭൂമിയിൽ നെഫീലുകൾ ഉണ്ടായി. അവരാണ് പുരാതന കാലത്തെ പേരെടുത്ത യുദ്ധവീരന്മാർ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതാണെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ രൂപവും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയതിൽ കർത്താവ് പരിതപിച്ചു. അവിടുത്തെ ഹൃദയം നൊന്തു. കർത്താവ് അരുൾ ചെയ്തു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യൻ മുതൽ മൃഗങ്ങളും ഇഴജന്തുക്കളും ആകാശത്തിലെ പറവകളും വരെ തുടച്ചു മാറ്റും. എന്തെന്നാൽ അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു, തൻ്റെ തലമുറയിലെ പൂർണ്ണനായ മനുഷ്യൻ. ദൈവത്തോടൊപ്പം നോഹ വ്യാപരിച്ചു. നോഹ 3 പുത്രന്മാരെ ജനിപ്പിച്ചു: ഷേം, ഹാം, യാഫത്ത്. ദൈവത്തിൻ്റെ മുമ്പാകെ ഭൂമി ദുഷിച്ചതായി തീർന്നു. ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞു. ദൈവം ഭൂമിയെ നോക്കി, ഇതാ ഇത് ദുഷിച്ചതായിരിക്കുന്നു, കാരണം എല്ലാ മനുഷ്യരും ഭൂമിയിലെ തങ്ങളുടെ മാർഗങ്ങൾ ദുഷിപ്പിച്ചു കളഞ്ഞു. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുളി ചെയ്തു, എൻ്റെ മുമ്പിൽ മനുഷ്യരുടെ എല്ലാം അവസാനം അടുത്തു, കാരണം അവർ മൂലം ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ അവരെ ഭൂമിയോടൊപ്പം നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കണം. അതിൽ മുറികൾ തിരിക്കുക. അതിൻ്റെ അകത്തും പുറത്തും കീലു തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. പെട്ടകത്തിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും. പെട്ടകത്തിന് നീ ഒരു മേൽക്കൂരയുണ്ടാക്കണം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിന് ഒരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. കീഴ്ത്തട്ടും 2-ാം തട്ടും 3-ാം തട്ടുമായി വേണം അത് നീ പണിയുവാൻ. ഇതാ ഞാൻ ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള എല്ലാ ശരീരികളെയും നശിപ്പിക്കാൻ ഭൂമിയുടെ മേൽ ജലപ്രളയം കൊണ്ടുവരും. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിലേക്ക് കടക്കണം. നീയും നിന്നോടൊപ്പം നിൻ്റെ പുത്രന്മാരും നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും. നിന്നോടൊപ്പം ജീവൻ നിലനിർത്തേണ്ടതിന് പെട്ടകത്തിലേക്ക് എല്ലാറ്റിലും നിന്ന്, എല്ലാ ജീവികളിലും ശരീരങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഓരോ ജോഡി കൊണ്ടുവരണം. ജീവൻ നിലനിർത്തേണ്ടതിന് എല്ലാറ്റിൽ നിന്ന്, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇനം തിരിഞ്ഞ്, ഭൂമിയിൽ ഇഴയുന്ന സകലത്തിൽ നിന്ന് ഇനം തിരിഞ്ഞ് ഓരോ ജോഡി നിൻ്റെ പക്കലേക്ക് വരട്ടെ. നീയാകട്ടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ ആഹാരപദാർത്ഥങ്ങളിൽ നിന്ന് എടുത്ത് നിൻ്റെ പക്കൽ ശേഖരിക്കണം. അവ നിനക്കും അവയ്ക്കുമുള്ള ഭക്ഷണമായിരിക്കും. ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. അപ്രകാരം തന്നെ അവൻ ചെയ്തു.
136 സങ്കീർത്തനം. കർത്താവിൻ്റെ അനന്തകാരുണ്യം. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ദേവന്മാരുടെ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. നാഥന്മാരുടെ നാഥന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഒറ്റയ്ക്ക് മഹാവിസ്മയങ്ങൾ പ്രവർത്തിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അറിവോടെ ആകാശങ്ങൾ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ജലത്തിനുമേൽ ഭൂമിയെ വിരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. മഹാദീപങ്ങൾ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. പകലിനെ ഭരിക്കാനായി പകലോനെ ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. രാത്രിയെ ഭരിക്കാനായി ചന്ദ്രതാരങ്ങളെയും ഉരുവാക്കിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. സ്വന്തം ആദ്യജാതരിലൂടെ ഈജിപ്തുകാരെ പ്രഹരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ചെങ്കടലിനെ വിഭജിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ കടത്തി, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. എന്നാൽ ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിലേക്ക് കുടഞ്ഞിട്ടു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കരുത്തരായ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അമോറി രാജാവായ സീഹോനെയും അവിടുന്ന് നിഗ്രഹിച്ചു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ബാഷാൻ രാജാവായ ഓഗിനെയും അവിടുന്ന് നിഗ്രഹിച്ചു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അവിടുന്ന് അവരുടെ ദേശം അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അവിടുന്ന് വൈരികളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഓരോ ജീവിക്കും ആഹാരം കൊടുക്കുന്നവനാണ് അവിടുന്ന്, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. സ്വർഗത്തിൻ്റെ തമ്പുരാന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ.